ഒടുവിൽ അങ്ങനെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഒരു പരമ്പര ജയിച്ചെങ്കിലും ഇപ്പോഴും ഇന്ത്യൻ T20 ടീമിൽ പരിഹരിക്കപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്. അതിൽ ബൗളിംഗ് ഉണ്ട്, ബാറ്റിംഗ് ലൈനപ്പിന്റെ ഷഫിൾസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയെങ്കിലും ഏറ്റവും പരിതാപകരം എന്ന് എനിക്ക് തോന്നിയത് വിക്കറ്റ് കീപ്പിംഗ് ആണ്. സിംബാബ്വെ പര്യടനത്തിൽ ഇത്തവണ ഇഷാൻ കിഷനായിരുന്നു വിക്കറ്റ് കീപ്പർ. എത്ര ചാൻസാണ് കളഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. 4 ക്യാച്ചുകളും 1 റണ്ണൌട്ടുമാണ് ഈ 3 മത്സരങ്ങളുടെ സീരീസിൽ ഇഷാൻ കിഷൻ മിസ് ചെയ്തത്. അപ്പോൾ അതങ്ങനെ പോട്ടെ എന്ന് വയ്ക്കാൻ പറ്റില്ല. കാരണം ഇത്തരം ചെറിയ ക്യാച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഒരു മത്സരത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഏകദിന പരമ്പരയിൽ 2ാമത്തെ ODI മാച്ചിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇഷാൻ കിഷൻ കീപ്പ് ചെയ്യുന്നു, ആ മാച്ചിൽ രാഹുൽ കളിക്കുന്നില്ല. ഒരു സിമ്പിൾ ക്യാച്ച് ഇഷാൻ കളയുമ്പോഴത്തേക്കും കമന്ററി ബോക്സിലുള്ളത് നമ്മുടെ ശാസ്ത്രി മാമനും പിന്നെ ഇയാൻ മോർഗനുമാണ്. ഇഷാൻ കിഷൻ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പം രവിശാസ്ത്രി കമന്ററി പറയുന്നത് ഇങ്ങനെയാണ്: ഓ, കിഷൻ നന്നായിട്ട് ശ്രമിച്ചു, എന്നാൽ അതൊന്ന് ഡ്രോപ്പ് ആയിപ്പോയി, എന്നാൽ അതൊരു നല്ല ട്രൈ ആയിരുന്നു. അപ്പോൾ അത് കേട്ടിരുന്ന ഇയാൻ മോർഗന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നിങ്ങളിത് എന്ത് പറയുന്നത്, ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയ്ക്ക് അത് ഉറപ്പായിട്ടും കയ്യിൽ ഒതുങ്ങേണ്ട ഒരു ക്യാച്ച് അല്ലേ, എന്നിട്ട് ആ ക്യാച്ച് കൈ വിട്ടുവാൻ നിങ്ങൾ കൊള്ളാം, കുഴപ്പമില്ല എന്നാണോ പറയുന്നത് എന്നുള്ളതായിരുന്നു ഇയാൻ മോർഗന്റെ മറുപടി. പണ്ട് ഇതുപോലായിരുന്നു ശാസ്ത്രി മാമൻ പന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പന്തും കിഷനും ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്താലും അങ്ങനെയാണ്, സപ്പോർട്ട് കിട്ടും. കീപ്പിങ്ങിന്റെ കാര്യം വളരെ മോശമാണ്. സഞ്ജു വരും, കീപ്പിംഗ് റെഡിയാവും, ബാറ്റിംഗ് റെഡിയാവും എന്ന് കരുതുന്നു.